മോനെ ഒരു രക്ഷയില്ല. ഏതാ സാധനം ചേട്ടന് വരെ കൂടെ ഒരുമിച്ചെടുത്ത് അടിച്ചണ്ട. ഇങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ആക്ഷൻ നടന്ന ഗെയിമാണ്. നൈസ് നൈസ്. അപ്പൊ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഗെയിമിന്റെ പേര് അൺചാർട്ടഡ് 4 അല്ലെങ്കിൽ അൺചാർട്ടഡ് 4 എ തീവ്സ് എൻഡ്. അതെ, ഒരു കള്ളന്റെ അവസാനം. ഇത് ഗെയിമിംഗ് സീരീസ് തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ചേസും വൺ ഓഫ് ദി ബെസ്റ്റ് അഡ്വഞ്ചേഴ്സ് ഒക്കെ നിറഞ്ഞൊരു അടിപൊളി ഗെയിമാണ്. ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. പക്ഷെ എന്താ പറയുക, കുറച്ച് വലിയ സ്റ്റോറിയാണ്, അത് മാത്രമേ പ്രശ്നമുള്ളൂ. അപ്പോൾ ബാക്കി കാര്യങ്ങൾ വെച്ചേക്ക് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. കമോൺ, നമുക്ക് എന്താണുള്ളത് നോക്കാം. ലെറ്റ്സ് ഗോ. തുടങ്ങുകയാണ് ഗെയിം. ഐ ആം എ മാൻ ഓഫ് ഫോർച്യൂൺ ആൻഡ് ഐ മസ്റ്റ് സീക്ക് മൈ ഫോർച്യൂൺ. അതായത് സക്സസ് തേടി പോകുന്ന അത്ര വലിയൊരു ഫോർച്യൂൺ തേടി പോകുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ എൻ്റെ സക്സസ് ഞാൻ മസ്റ്റായിട്ട് സീക്ക് ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, കൈവരിച്ചേ കഴിയുള്ളൂ. എൻട്രി ആവറേജ് 1694. അയ്യോ, ഗെയിമിന്റെ സ്റ്റാർട്ടിങ് ഇങ്ങനെയാണ്. ജീപ്പാണോ? അല്ല, ബോട്ടാണ്. ഓക്കെ, നമ്മൾ ബോട്ടില് മ്യൂസിക് കേട്ട് എന്തോ വലിയ ചേസ് കിടക്കാൻ തോന്നുന്നുണ്ട്. ഫസ്റ്റ് തന്നെ ഇപ്പൊ ചേസാണ്. ഗ്രാഫിക്സ് ഒക്കെ അടിപൊളി. ഓക്കെ, സൗണ്ട് എഫക്റ്റ് കൊള്ളാം. ഇപ്പൊ എന്താ പറയാ, കടലാകെ ഇളകിയിരിക്കുന്ന സമയത്തോ ചേസാണ് ഗൈസ്. ബാക്കിൽ കൂടെ 2-3 പേര് വരെ ചേസ് ചെയ്ത് വരുന്നുണ്ട്. അവിടെയാണ് സ്റ്റോറി തുടങ്ങുന്നത്. കടലൊക്കെ കണ്ട നൈസ്. ഓക്കെ, ഇവര് ചേട്ടനും അനിയനോ, ഇവര് ഓർഫണേജിലാണ് വളർന്നത്. ഓക്കെ, ചേട്ടൻ പുറത്തുണ്ട്. ഇത് സ്റ്റോറി മറ്റേ അൺചാർട്ടഡ് 4 സിനിമയ്ക്കകത്തുണ്ട്. നൈസ് സ്റ്റോറിയാ. എന്നിട്ട് നമ്മൾ എവിടെയും പോയിട്ട് ആരൊക്കെ നമ്മളെ ചേസ് ചെയ്ത് വരാം. ഓക്കെ, വെടിവെക്കുന്നില്ല. ആരാണത്? ആരത്? എല്ലാം കൊച്ചു ബോട്ടാണ്. നമ്മളെ ബോട്ട് വലിയ ബോട്ടാണ്. അതിന് വലിയ പ്രശ്നമില്ല. എന്നെ ഇടിക്കാൻ പോയതാട്ടാ ഞാൻ, പക്ഷെ നടന്നില്ല. ഒഴിഞ്ഞു മാറിക്ക് വന്ന്. ഇവനെ ഇന്ന് കുറെ നേരമായി അടുത്തുള്ള പോയി വെടിവെക്കുന്നു. നമ്മൾ ടീമിലെടുത്തുണ്ട്, പക്ഷെ അവൻ വെടിവെക്കുന്നില്ലല്ലോ. 1-2 ബോട്ടൊന്നും അല്ല, 10-15 ബോട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ എങ്ങനെ പോകുന്നൊരു പിടിയില്ല. ഞാൻ മുന്നോട്ട് ഓടിച്ചുകൊണ്ടിരിക്കട്ടോ. അവരൊരു ഹിന്ദി തരുന്നില്ല. അങ്ങോട്ട് അടുത്ത് തന്നെ ഇവരെ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? നൈസ്. അത് അടുത്തോ വരുന്നുണ്ട്. കമോൺ, നിനക്ക് എന്ത് സ്പീഡാടാ. നമ്മളെ ബോട്ടാണ് ഭയങ്കര സ്ലോയും. നമ്മളെ ബോട്ടിന് മണ്ടലത്തെ സാധനം ഒരു വലിയ ബോട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. നൈസ് കൈസാണ്. വലിയ ബോട്ടിന് മിസൈലും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് അവന്മാര്. ചില്ലറ ആൾക്കാരുണ്ടോ, വലിയ ടീംസാണ് നമ്മളെ പിടിക്കാൻ വന്നിട്ടിരിക്കുന്നത്. വലിയ ബോട്ട് പിടിച്ച് അങ്ങനെ നമ്മൾ ബോട്ടിൽ നിന്ന് വെള്ളത്തിലോട്ട് വീണിരിക്കുന്നു. അവര് നമ്മളെ കണ്ടെന്ന് തോന്നുന്നു. ഇല്ല, കൊല്ലാം. എന്റെ പൊന്നേ, നൈസ്. ഐ ലൈക്ക് ഇറ്റ്. അരനാഴിടയ്ക്കാണ് നമ്മളിപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടത്. കണ്ടിട്ട് കയറുന്നത് നമ്മുടെ ബോട്ടതാ. നമ്മുടെ ചേട്ടൻ അവിടെ തന്നെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ എത്ര കണ്ടേക്കുന്നത്. ആക്ഷൻ വെച്ചുള്ള ആക്ഷന് വേണ്ടിയാണ് നമ്മൾ ജനിച്ചത്. എഞ്ചിൻ ബ്രേക്കായാണ് പറയുന്നത്. ആ ബോട്ട് ഇങ്ങോട്ട് വിളിച്ചിരിക്കാൻ. എഞ്ചിൻ സ്റ്റാർട്ട് ആകുന്നവരെ നമ്മൾ എങ്ങനെയെങ്കിലും ഹോൾഡ് ചെയ്യണം. വെടിവെക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. കാരണം കടലിളകി നിൽക്കില്ല. ആ സമയത്ത് വെള്ളത്തിൽ കിടന്ന് 2 ബോട്ടും കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുകയാണ്. ആ സമയത്ത് കറക്റ്റ് എയിം ചെയ്യാൻ പറ്റുന്നില്ല. നല്ല ബുദ്ധിമുട്ടുണ്ട് എയിം ചെയ്യാൻ. നമ്മളൊരു പ്രോ ഷൂട്ടർ ആയതുകൊണ്ട് സ്റ്റിൽ നമ്മൾ കറക്റ്റ് വെടിവെക്കും. ഇവിടെ മൊത്തത്തിൽ എൻ്റെ സ്ഥലമൊക്കെ വേണം പൊട്ടിക്കെട്ടി. കുറേ നേരം ആരാടാ നീയൊക്കെ? എന്താടാ വേണ്ടത് നിനക്കൊക്കെ? അവൻ്റെ കയ്യിൽ നിന്ന് ഒരു മിസൈല് പോയിട്ടുണ്ട്. 2ാമത്തെ മിസൈൽ, 3ാമത്തെ മിസൈൽ, 4ാമത്തെ മിസൈൽ അവൻ്റെ സ്വന്തം പൊട്ടി തന്നെ ഉണ്ട്. താങ്ക് യു. ആ ബോട്ട് തീയും പിടിച്ചോടി. ഇതുപോലെ അവൻ വെടിവെക്കുന്നതിന് മുന്നേ അവനെ നമ്മളത് തീർത്ത് അടുത്ത വരുന്നുണ്ട്. വെടിയൊക്കെ കൊള്ളുന്നില്ല, പാട്. ഇങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കുകയല്ലേ. എങ്ങനെയെങ്കിലും ഒരു വെടി ഉണ്ടാകുന്ന കൊള്ളുന്നത്. നമ്മൾ ലൈഫ് വീടാറാൻ തോന്നുന്നു. അവിടെ ഇരിക്കട്ടെ. കവറുടെ അടിപൊളി ആക്ഷൻ കേട്ടോ. ഇൻട്രസ്റ്റ് കളിക്കാൻ. നമ്മൾ 3 ബോട്ടിന് ആൾക്കാർ നമ്മൾ തീർത്താതെ നമ്മളെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
ഇപ്പൊ എങ്ങോട്ടാണ് പോണ്ടത്? അതാരെങ്കിലും പറഞ്ഞാ? നേരെ പോവാ. ഹലോ, അയ്യോ, ഇഷ്ടംപോലെ ബോട്ട് വരില്ലാന്ന് തോന്നുന്നുണ്ട്. നമ്മള് കല്ലുമുള്ളൊക്കെ നടന്ന സ്ഥലത്തൂടെയാ പോണത്. കുറെ നേരമായിട്ട് ആരെയും ശല്യമില്ല കേട്ടോ. മിട്ടാൻ്റെ ചിലപ്പോൾ നമ്മൾ രക്ഷപ്പെട്ടു തോന്നുന്നുണ്ട്. മോനെ തീ. നൈസ്. അങ്ങനെ കടലിൽ വീണ് നമ്മൾ പാസ്റ്റ് ആലോചിക്കാം കേട്ടോ. ഇവനാണ് നെയ്ത്തൻ. നെയ്ത്തനായിരുന്നു നമ്മൾ നേരത്തെ. പാസ്റ്റ് ആലോചിക്കാം കേട്ടോ. അറിയാലോ, ഇതൊരു ഓർഫണേജ് ആണ്. ഇവൻ ഓർഫണേജിലുള്ള പാവപ്പെട്ട പയ്യനാണ്. അവിടുത്തെ മറ്റേ കന്യാസ്ത്രീമാർ അവനെ ഉപദേശിക്കുക. അടിയങ്ങാണ്ട് കൂടിയിട്ട് നിൽക്കുക അവൻ. ആ സമയത്ത് പുറത്ത് വെളിച്ചം കാണുന്നത് കണ്ട അവന്റെ ചേട്ടനാണ്. ചേട്ടൻ വന്നിട്ട് വിളിക്കുക. ചേട്ടൻ ഓർഫണേജിലല്ല, പുറത്ത് ഒറ്റയ്ക്ക് എങ്ങനെയൊക്കെ ജീവിക്കുക. ചേട്ടൻ വന്നിട്ട് അനിയനെ വിളിക്കുക. ഒരു എമോഷൻ സ്റ്റോറി ലൈനാണ്. സൂപ്പർ. നമ്മളിപ്പോ ഓർഫണേജിന്റെ മതില് ചാടി ഇപ്പൊ ചേട്ടനെ കാണാൻ പോകും. I always like adventure. The lure of adventure. Yeah. Our first phase, okay? I see you. കൊച്ചറക്കിന് നന്നായിട്ട് മതിലാടാ അറിയാലോ. ഓണമൊക്കെ സിമ്പിളായിട്ട് ഒരുപാട് വീടുകളും അതിലൊക്കെ ചാടി. നൈസ് ഗൈസ്. കുറച്ചും കൂടി ഫിസിക്സ് അടിപൊളിയായിട്ട് അപ്ലൈ ചെയ്തിരിക്കുന്ന ഗെയിമാണ്. ഓക്കെ, ഇവിടെ നമ്മളെ ചേട്ടനുള്ളത്. ചേട്ടൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അനിയനെ കാണാൻ വരുമെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇവൻ ഇങ്ങനെ ചാടാനും ഓടാനൊന്നും പഠിക്കില്ലല്ലോ. മുഖത്തൊരു മുറിവുണ്ട്. അവിടുന്ന് അടിപൊളിയേണ്ടതാ കാര്യമാണ്. ചേട്ടൻ നമ്മളെ എങ്ങോട്ടോ കൊണ്ടുപോവാണ്. നമുക്ക് അത്ര ദൂരം ചാടാൻ പറ്റത്തില്ല. കൊണ്ടുപോടാ എന്നെ കൂടെ. അത്രേ ഉള്ളൂ. മനസ്സിന് കുളിർമ നൽകുന്ന. നമ്മള് സാമിന്റെ പുറകെ പോവാ. സാമി നമ്മളെ എങ്ങോട്ടോ കൊണ്ടുപോവാണ്. നമുക്ക് ട്രെയിനിങ് ആണ് കേട്ടോ. ഇങ്ങനെ ചാടണം, ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഒക്കെ മുന്നോട്ടുണ്ടാവും. ഓക്കെ, മറ്റേ ഗ്രേപ്ലിംഗ് ഇടാൻ പറ്റും നമുക്ക്. അതിട്ട് ചാടി ഇപ്പൊ വീട്ടോട്ട് ഇറക്കുക. ഒന്നുകൂടി. അല്ലെങ്കിൽ ടാർസനാണ് ഇഷ്ടം. പിന്നെ പറയണോ, നമ്മള് കറക്റ്റായിട്ട് ചെയ്തില്ലേ? എല്ലാരും കറക്റ്റായിട്ട് വെക്കേണ്ട സ്ഥലത്ത് ഏണിയൊക്കെ കൊണ്ട് ഇട്ട് തന്നിട്ടുണ്ട്. താങ്ക് യു. അങ്ങനെ നമ്മള് പുറത്തെത്തി. സംഭവം ഈ സ്റ്റോറി ഒക്കെ കണ്ടാലേ നമുക്ക് കഥ എന്താന്ന് കറക്റ്റ് മനസ്സിലാവുള്ളൂ. എമോഷണൽ ടച്ച് കൂടെയുള്ള സിനിമ. ഓക്കെ, ഒരു നൈസ്. ഈ 250 cc എന്ന് വിചാരിച്ചപ്പോ 500 cc സാധനമാണത്. മോഷ്ടിച്ച സാധനം കേട്ടോ. പാവങ്ങളല്ലേ മോഷ്ടിച്ചൊക്കെ ജീവിക്കുന്നത്. പാവം. ഏതാ? Found mom's stuff. Everything that dad sold, I tracked down the buyer. അമ്മയുടെ കുറെ സാധനങ്ങളൊക്കെ അച്ഛനെടുത്ത് വിറ്റായിരുന്നു. ആ ബയ്യറിനെ ഇവൻ ട്രാക്ക് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ ആ സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട് ഇപ്പൊ പോവാന്നാണ് പറയുന്നത്. ഓക്കെ, അഡ്വഞ്ചറിലോട്ട് തുടങ്ങടാ. മതി കഥ. കടലിൽ വീണ് കിടന്നുണ്ടോ? ഇത്രയും നേരമായിട്ട് പാസ്റ്റ് ആലോചിക്കുക. യെസ്, നമ്മൾ തുടങ്ങാണ്. അതിനുശേഷം പിന്നെ ഇതേ സ്ഥലം തന്നെ ജയിലാണ് കേട്ടോ. ജയിലിൽ വെച്ച അടുത്ത തുടങ്ങുന്നത്. ഞാൻ പറയാം, ഇച്ചിരി സ്റ്റോറി ഉണ്ട്. പക്ഷെ ആ സ്റ്റോറിക്കുള്ള സാധനം ഉണ്ട്. സ്റ്റോറി കണ്ടാൽ ഇവരെന്താ ചെയ്യാൻ പോണോ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇവരെ ഇടിച്ച് തോപ്പിക്കണം. ഇതൊക്കെ എത്ര കണ്ടായിരുന്നു? ബാ, 1 2 3 കുറച്ച് അല്ലെങ്കിൽ ഈ മുട്ടകൾ എനിക്ക് പണ്ടേ ഇഷ്ടമല്ല. വരട്ടെ, അതൊക്കെ നൈസ് കേട്ടോ. അവൻ നമ്മളെ ലോക്ക് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ലോക്കിലൊക്കെ റിക്കവർ ആവാൻ പറ്റും. ചളിവെള്ളത്തിൽ മുട്ടി കൊല്ലും ഞാൻ. എങ്ങോട്ടോടാ?
കുറെ നേരമായിട്ട് ലോക്കിടാണല്ലോ. ഇവിടെയുള്ള ആൾക്കാർ മൊത്തം അവന്റെ ടീമാണ്. നമ്മളെ സഹായിക്കാൻ ആരും ഇല്ലടേ ഇതിനകത്ത്. ആ നന്നായി പോയി. നോക്കൂ നമ്മളെങ്ങനെയൊക്കെ അടിച്ചാലും അവ ഒഴിഞ്ഞു മാറുന്നുണ്ട്. മണ്ടനല്ല, അവനോട് നല്ല ഫൈറ്ററാണ്. ഒരെണ്ണം കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ സെറ്റായിട്ട് മൂന്നെണ്ണം കൊള്ളും കേട്ടോ അവന്. കൊള്ളാം. അയ്യോ അത് കണ്ടില്ല ബ്ലഡ് വരുന്നത്. നമ്മളവന്റെ മൂക്കിടിച്ച് ചമ്മന്തി ആക്കിയിട്ടുണ്ട്. മതി ഇത് മതി എനിക്ക്. സ്റ്റാൻഡ് പിടിച്ച് നീ ആരോടെ കളിക്കുന്നത്? എത്ര ആൾക്കാർ ഇടിച്ചിട്ടുണ്ടാവും. എങ്ങനെയും ഇടിച്ച് തോപ്പിക്കണം. ഐഡിയിൽ അവന്റെ ബോധം പോയിട്ടാ. നമ്മളെങ്ങനെയും അടിയും ജയിച്ചു വന്നപ്പോഴേക്കും കറക്റ്റ് പോലീസുകാർ വന്നു. ഇതുപോലത്തെ ഒരു ഭാഷ എനിക്കറിയാം. അതാണെന്ന് തോന്നുന്നുണ്ട് കേട്ടാ. റഷ്യ ജർമ്മനി ആകേണ്ടാണ്. അതൊന്നും അല്ല. അല്ലേ പറഞ്ഞത് അവിടെ കിടന്ന് അടിപൊളി ഒരു പ്രത്യേക സദ്യ കൊണ്ടുവച്ചിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് അവനെ സദ്യയും തുറക്കും കേട്ടോ. അവിടെ കൊണ്ടുപോവാ. Easy. 2 ദിവസം സെല്ലിൽ കിടന്നതിന് ശേഷം ഇപ്പൊ പുറത്തോട്ട് പോലീസുകാരെ അവനെ കൊണ്ട് പോവാണ്. അൺയൂഷ്വൽ ആയിട്ടുള്ളൊരു സ്പെഷ്യൽ വഴി കൂടെ കൊണ്ടുപോവാണ്. ഓക്കെ നൈസ്. പണ്ടേതോ പൊട്ടിപ്പൊളിഞ്ഞ കൊട്ടാര റൂയിൻസ് ആണ് കൊണ്ട്. അതായത് അതിനകത്ത് നിധി ഉണ്ടെന്നാണ് പുള്ളിക്കാരൻ വിശ്വസിക്കുന്നത്. അപ്പൊ അതിനകത്തുള്ള നിധി എടുക്കാൻ പോയവനെ അനുവദിക്കാം, പക്ഷെ കിട്ടുന്നതിന്റെ ഒരു ഷെയർ പുള്ളിക്കാരന് കൊടുക്കണമെന്നാണ് പറയുന്നത്. ഒരു ലെറ്റർ ഉണ്ട്. ആ ലെറ്ററിനകത്ത് അതിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ഹിസ്റ്ററിയിലെ ഏറ്റവും വലിയ ഹൈസ്റ്റ് നടത്തിയ ഒരു ഒരു ഷിപ്പിനകത്ത് $400 മില്യൺ വാല്യൂ ഉള്ള ഗോൾഡും ജ്വല്ലറിയും ഒക്കെ വെച്ചിട്ട് എവിടെയോ കൊണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മളെ വൺ പീസിലെ റോജറിനൂടെ വലിയ വൺ പീസ് കൊണ്ട് സൂക്ഷിച്ചിരിക്കുന്നത് അതിനൊക്കെ എവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അത് ഇവിടെ ഉണ്ടെന്നാണ് അവരെ വിചാരം. ഓക്കെ അത് എടുക്കാൻ പോയിട്ട് പോലീസുകാരെ അവനെ വിടാനാണ് പ്ലാൻ. ഓക്കെ Riches of Paradise. What do you want? The riches of paradise. Riches of Paradise. No. You and your friends did not pay to get into this infernal place in search of a metaphor. I want in. Right. I tell you what. Let me go up there, check out the prison cell. If there's still anything there after 300 years, you can take this up with Rafe. Did you bring what I asked? ശേഷം അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ നമുക്ക് ഷെയർ ചെയ്യാന്ന് പറഞ്ഞ ഇവനെ ഇങ്ങനെ പുറത്തോട്ട് പോവാണ്. ഓക്കെ അതെടുക്കാനായിട്ട് ഇതുപോലത്തെ സ്ലൈഡിങ് ജമ്പിങ് ഒന്നും എനിക്ക് വേറെ എക്സ്പീരിയൻസ് അങ്ങനെ കറക്റ്റ് കിട്ടിയിട്ടില്ല. ഇവിടെ നിന്ന് മണ്ടരോട്ട് കയറണം. ഓക്കെ അമ്മോ അത് ഇവിടെ കൂടെ കുഴി കൊണ്ട് വെച്ചേക്കുന്നത്. നമുക്ക് നമ്മുടെ ഗ്രേപ്പിന് കൂടെ കിട്ടും. നമ്മൾ പറഞ്ഞെടുത്ത് വെച്ചതാണ് ഇവിടെ. ഓക്കെ അവന്മാരെങ്ങനെയാണ് ഇവിടം വരെ വന്നത്? ഇവിടെ പോകാൻ അതിന്റെ മണ്ടക്കാരൻ എങ്ങനെ കയറും? ഓക്കെ ഇത് നമുക്ക് തള്ളി ഇങ്ങോട്ട് കയറ്റാൻ പറ്റും. ഇതിന്റെ മണ്ട കയറിയിട്ട് നമുക്ക് അതിന്റെ മണ്ട കയറാൻ പറ്റും. അവിടെ നിന്ന് വലതുവശത്ത് ഒരു കമ്പിയാണെന്നല്ലോ മിക്കവാറും ഗ്രേപ്പിലിംഗ് ഇടാൻ പറ്റുമായിരിക്കും. യെസ് ഏതാ മോത്തില്ലേ? ഞാനാരെ മോൻ? ഞാൻ പണ്ടേ കില്ലാടിയല്ലേ. ഒരു അരമണിക്കൂറെങ്കിലും ഇതിവിടെ തപ്പി തപ്പി നിൽക്കുന്നത്. ഇപ്പൊ കണ്ട കറക്റ്റ് കണ്ടുപിടിച്ചത്. സോറി ഗൈസ്, എപ്പോഴൊക്കെ തൂകുന്നു അപ്പോഴൊക്കെ എനിക്ക് ടാർസന്റെ വിളി വിളിക്കണം. ഒന്നുകൂടി
ചതിലേ ഇടതുവശത്തിരുന്നുണ്ട് കേട്ടോ, അങ്ങോട്ടാണ് ചാടുന്നത്. കമോൺ. വിചാരിച്ച കണക്കല്ലട്ടോ, ഇതൊക്കെ ടഫാണ്. പക്ഷെ നമുക്കിതൊക്കെ സിമ്പിൾ. ഇതൊക്കെ എത്ര കണ്ടേക്കുന്നത്. താഴെ വീണിട്ടില്ല, ചെറുക്കൻ താഴത്തിൽ കയറി പിടിച്ചിട്ടുണ്ട്. ചാടി തന്നെ പിടിക്കണം. അങ്ങനെ കൊറേ മലയും കാര്യങ്ങളൊക്കെ കേറിയിട്ട് ലാസ്റ്റ് അതിന്റെ ടോപ്പിലെത്താൻ പോവാ. ഓക്കെ, ഇനി 4 കൂടെ പിടിച്ച് കയറി കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ മണ്ടയത്ത്. ഒരേക്കാളും ബ്യൂട്ടിഫുൾ ആയിട്ടല്ലോ നമ്മൾ ചാടി പോണത്. ഇത് ക്ലൂ ആണ്. ഓക്കെ, ഈ ക്ലൂ വെച്ചിട്ട് നമ്മൾ ഇതിനകത്തുനിന്ന് എന്തോ ഒരു സാധനം എടുക്കണമെന്നാണ് പറയുന്നത്. ആൽക്കമിസ്റ്റിന്റെ സിമ്പിൾ ആണ് സണ്ണും മൂണും. അതിനകത്ത് എന്തെങ്കിലും ക്ലൂ വെച്ചിട്ട് വേണം നമ്മൾ ഇതിനകത്ത് കണ്ടുപിടിക്കാൻ. ലെറ്റർ തുറന്ന് നോക്കാം. ലെറ്ററിനകത്ത് സൂര്യനുണ്ട്, ഫ്ലിപ്പ് ചെയ്ത് നോക്കണം. സിമ്പിൾ ഇതൊക്കെ നമ്മൾ തന്നെ കണ്ടുപിടിക്കണം കേട്ടോ, വേറെ വഴിയൊന്നുമില്ല. അല്ല, അതിനകത്ത് ഒരുപാട് കല്ലുണ്ട്, എല്ലാം കൂടെ നമ്മൾ തന്നെ വലിച്ചു നോക്കേണ്ടി വരും. സ്പേസ് വെക്കുക, ഫ്ലിപ്പ് ആവും. അവിടെ സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, വലതുവശത്ത് ഒരു ആരോ ഉണ്ട്, ഒരു ഡബ്ല്യു ഉണ്ട്. ഓക്കെ, വെച്ചിട്ട് വേണം നമ്മൾ കണ്ടുപിടിക്കാൻ. അത് ആരോ അവിടെ കാണുന്നുണ്ട്. ആരോ ഈസ് ഈക്വൽ ടു എക്സ്. അപ്പോൾ എക്സ് 5 ഉണ്ട്, 4 ഉണ്ട്. അത് എക്സിനൊന്നും കുറവ്, അതായത് 9 ആണ്. അത് നമുക്ക് കറക്റ്റ് എക്സ് ആണ് വേണ്ടത്. ഓക്കെ, എക്സ് എവിടെയാണോ ഉള്ളത്? അതിന്റെ താഴെ എക്സ് ഉണ്ട് ഗൈസ്. അത് തന്നെ ആയിരിക്കും നമുക്ക് ഞെക്കേണ്ട സാധനം. അതെ, റോമൻ ന്യൂമറൽ 10. സമയങ്ങളേതാ? 10 അല്ല, പിന്നെ അവിടെ 5 ഉണ്ട്, 2 ഉണ്ട്. ആ വലതുവശത്ത് കാണുന്നുണ്ട് X1. അത് നമ്മൾ അതിനകത്ത് കണ്ട സിമ്പലാണ്. ഓക്കെ, X1 കാര്യം നടക്കും. അതല്ല, അതല്ല, X1 ഇല്ല, പക്ഷെ അവിടെ X2 കാണുന്നുണ്ട്. ഒരു വലിയ കല്ലാണ്. Come on, X2. Okay. 10 and 2, X and II. അതാ ഇന്റലിജന്റ്. നമ്മൾ പണ്ട പൊളിയല്ലേ, കറക്റ്റ് കണ്ടുപിടിച്ചണ്ട. ഫസ്റ്റ് സെക്കൻഡ് ട്രയൽ എടുത്ത്, സാധാരണ 5 ട്രൈ അത് മൊത്തം ഇളക്കണം വിചാരിച്ചതാ. സെക്കൻഡ് ട്രയൽ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താ സാധനം? ജീസസ് കുരിശാണോ? ബാക്കിലെന്തോ എഴുതിയിട്ടുണ്ട്. ഇത് വെച്ചിട്ട് വേണം, ഇതൊക്കെ ഓരോ ക്ലൂ ആണ് കേട്ടോ. ഇത് വെച്ചിട്ട് വേണം ഇനി ഇത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് പോകാനായിട്ട്. ഈ ഒരു ഇതും കൂടെ കഴിഞ്ഞാൽ പിന്നെ ഗെയിം അങ്ങോട്ട് ആരംഭിക്കും. പിന്നെ മൊത്തം നമ്മൾ വേണം കറക്റ്റായിട്ട് ഓടിച്ചടിച്ച് ചെയ്യാൻ. ഇത് മാത്രമേ കിട്ടിയുള്ളൂ. ഇതിനു വേണ്ടിയാണ് ഇത്രയും വലിയ മല കയറിയത്. പക്ഷെ അത് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ ബാക്ക്. പോകുന്ന വഴിക്കിന് വല്ലതും കിട്ടുമാവോ? പഴയ വീടിന്റെ ഡോറല്ല, തള്ളി തുറക്കണം. അതൊക്കെ വീഴാൻ പോയിട്ട് അവിടെ തന്നെ എടുത്ത് ചാടി. പിന്നെ അവിടെ പിന്നെ ഗ്രേപ്പ് ചെയ്യാൻ പറ്റും. അതിനുശേഷം വന്ന സ്ഥലമൊക്കെ തിരിച്ചു വന്നിട്ട് നമ്മളതാ ഇപ്പം പോലീസിന്റെ അടുത്തിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ഓക്കെ, സ്റ്റോറിയെല്ലാം കൂടെ തീർത്തിട്ട് വേണം മര്യാദയ്ക്ക് ആക്ഷനിലോട്ട് കിടക്കാൻ. ആകെ ഒരു കുരിശ് മാത്രമേ കിട്ടുള്ളൂ. അപ്പൂപ്പാ, മോനെ അവിടെ ഒന്നും ഇല്ലാന്നാണ് പറയുന്നത്. അവിടെ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയ ഒരു ക്ലൂവും കിട്ടിയില്ല. ലെറ്ററിലുള്ള എന്തെങ്കിലുമൊക്കെ അവിടെ ചിലപ്പോൾ വേറൊരു ടവർ ഉണ്ടായിരിക്കും, അത് വർഷങ്ങൾക്ക് ഒന്നും ഇടിഞ്ഞു പോയേക്കാന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ചെറുക്കനോടെ കള്ളം പറഞ്ഞു. ഇവിടെ നൈസ് അഭിനയം. ബ്ലൂ പ്രിന്റ് കാര്യങ്ങളെല്ലാം ഉണ്ടോ നമുക്ക് നോക്കാം. അതിനൊന്നും കിട്ടാതിരിക്കില്ല. വളരെ കഞ്ഞി വെച്ചവനാണെന്ന്. സാമിന്റെ അടുത്ത് സംസാരിക്കുക. സാം എവർ എക്സ്പെർട്ട് ആണെന്നാണ് പറയുന്നത്. ഓക്കെ ഗൈസ്, അപ്പൊ ഇവര് സാമുമായിട്ട് വന്ന് ചർച്ച ചെയ്തിട്ട് ഒരു ക്ലൂ കണ്ടുപിടിക്കുക. ഓക്കെ, ഇനി അങ്ങോട്ട് ഈ ജയിലിൽ ചാടിയിട്ട് നമ്മൾ അങ്ങോട്ട് പോവാം. ബാക്കി എന്താ നടന്നത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ദാറ്റ്സ് ഇറ്റ്. സീ യു.